അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഉച്ചയ്ക്ക് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മുരിങ്ങടല കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതിന് ഓൾറെഡി പരിപ്പ് തിളപ്പിച്ച് വെച്ച് അരപ്പെടുത്തപ്പോഴാണ് ഓർമ്മ വന്നത് മുരിങ്ങടല കഴുകിയിട്ടില്ല. അപ്പോൾ നേരെ പിന്നെ മുരിങ്ങടല എടുത്തു, നല്ല വൃത്തിക്ക് കഴുകി 2-3 പ്രാവശ്യം കഴുകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മണിയപ്ലാൻ്റെ നമ്മളെ നോക്കി ചിരിക്കുന്നത്. അവനും കൊടുത്ത് കുറച്ച് വെള്ളം, അവന് വെള്ളം കൊടുത്ത് നേരെ അരപ്പെടുത്തു. തേങ്ങ, ജീരകം, പച്ചമുളക് ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പരിപ്പിലേക്ക് പതുക്കെ നൈസായിട്ട് തട്ടി കൊടുക്കുക. ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ജാറും കൂടി നല്ല വൃത്തിക്ക് കുലുക്കിയെടുത്ത് വീണ്ടും പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി. അതിന് ശേഷം ഒന്ന് തള വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങടല പതുക്കെ തട്ടി കൊടുക്കുക. വീണ്ടും ഒന്നുകൂടി ഇളക്കുക. അത് തള വരുമ്പോഴേക്കും അത് വറവിടാൻ വേണ്ടി കുറച്ച് ചെറുള്ളി എടുത്ത് വറുത്ത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കറി സെറ്റായി. പിന്നെ ലഞ്ചിനുള്ളത് അടുപ്പായി. ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ചിക്കൻ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഒരു സൈഡിലേക്ക് വെച്ചു. ചോറ് വിളമ്പി, കറി വിളമ്പി, കുറച്ച് സലാഡ് ഉണ്ടായിരുന്നു, അതെടുത്തു. നാട്ടിൽ നിന്ന് കൊണ്ട് കുറച്ച് അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് തരി. അപ്പോൾ പിന്നെ കാണാം.